അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അക്വയുടെ കോൺവക്കേഷൻ വളരെ ഗംഭീരമായിട്ട് നമ്മൾ കരുതിയതിലേറെ മനോഹരമായിട്ട് ഇന്നലെ കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ട് നടന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ഉദ്ഘാടകനായിട്ടുള്ള കോയക്കാപ്പാടെത്തി. അതുപോലെ ഒരു കോയക്കാപ്പാട് ഒരു 30 മിനിറ്റിലധികം സമയം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു. അക്വയിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ഒരു ഉണർവും സന്തോഷമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ആ സ്റ്റേജും സദസ്സും ഒക്കെ വളരെ മനോഹരമായി. അതുപോലെ അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ നടന്നു. ഓൺലൈനിൽ പഠിച്ച് അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്ത കുഞ്ഞുങ്ങൾ ഇന്നലെ അവിടെ ഓഫ്ലൈനിൽ അവരുടെ 5ലധികം പരിപാടികൾ അവതരിപ്പിച്ചു. അതൊക്കെ വളരെ മാസ്മരികമായിരുന്നു, ഒന്നും പറയേണ്ട. ഒരുപാട് അത്ഭുതം തോന്നി. കാരണം കുഞ്ഞുങ്ങൾ ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഓഫ്ലൈനിൽ അതും സ്റ്റേജിൽ കയറി ഒരു 200ലധികം ആളുകളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായൊരു അത്ഭുതകരമായൊരു പരിപാടി ഇന്നലെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോൺവക്കേഷനായിരുന്നു. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മദ്രസയുടെ അല്ലെങ്കിൽ ദീൻ പഠനത്തിൻ്റെ ധാർമ്മിക പഠനത്തിന് വേണ്ടിയിട്ട് ആ പഠിച്ചതിൻ്റെ കാരണത്താൽ അവർക്കൊരു അപ്രീസിയേഷൻ, ഒരു അംഗീകാരമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അൽഹംദുലില്ലാ അത് കഴിഞ്ഞു. അതുപോലെ അതേ സദസ്സിൽ വെച്ചിട്ട് അവരുടെ ടീച്ചേഴ്സിൻ്റെ ഒരു കോൺവക്കേഷൻ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 10 മണിക്ക് കറക്റ്റ് ആരംഭിച്ച പരിപാടി നമ്മളൊരു 5 മണി വരെ നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് അവരുടെ സന്തോഷവും കൈമാറ്റവും ഒന്നും പറയേണ്ട. അന്യോന്യം സമ്മാനം കൈമാറലും ഒക്കെ ആയിട്ട് അടിപൊളിയും അതിഗംഭീരവുമായിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങളൊക്കെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുആ കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളോട് ദുആ ചെയ്യാൻ പറ്റുണ്ടായിരുന്നു പരിപാടികളൊക്കെ ഉഷാറാവാൻ വേണ്ടിയിട്ട്. പിന്നെ പടച്ചവൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് അൽഹംദുലില്ലാ ഇന്നലത്തെ പരിപാടി വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ ഓരോ പരിപാടികളും ഓരോ സ്റ്റെപ്പുകളും അവിടെ നടന്ന മുഴുവൻ ആക്ടിവിറ്റീസും അതിഗംഭീരമായിരുന്നു. കുഞ്ഞുങ്ങളെ നന്നായിട്ട് വെൽക്കം ചെയ്യാനും അവരെ വേണ്ടുന്ന രീതിയിൽ പരിഗണിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഏതായാലും ഇനിയും കൂടെ ഉണ്ടാവണം. അക്വ ഒരു മദ്രസയല്ല, ഒരു ഇസ്ലാമികതയിൽ ഊന്നിയ ഒരു മുന്നേറ്റവും കൂടെയാണ്. അത് ഒരു മുന്നേറ്റപരമായ പ്രവർത്തനവും കൂടെയാണ്. ഇൻഷാ അല്ലാ ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് ആ ധാർമ്മികതയെ, ആത്മീയതയെ അതിൻ്റെ ഏറ്റവും കൃത്യമായ രീതിയിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാകണേ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സന്തോഷങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ. താങ്ക് യു. അസ്സലാമു അലൈക്കും.